ശ്രീ അഡ്വക്കേറ്റ് മുഹമ്മദ് ഷാ, അങ്ങ് അറിഞ്ഞിട്ടുണ്ടാവും ഈ സംഭവം നടിയെ ആക്രമിച്ച കേസ്. അതിലിപ്പോ ജുഡീഷ്യറിയിൽ പോലും വിശ്വാസമില്ല എന്ന് പറഞ്ഞുകൊണ്ട് രാഷ്ട്രപതിക്ക് കത്തയച്ചിരിക്കുകയാണ് അതിജീവിത. ഇതിലിനി എങ്ങനെയാകും, എത്രത്തോളമാകും രാഷ്ട്രപതിക്ക് ഇടപെടാൻ പറ്റുന്ന എങ്ങനെയൊക്കെ ആകും ഇതിലൊരു രാഷ്ട്രപതിയുടെ ഇടപെടൽ ഉണ്ടാവുക? മാത്രമല്ല, വിചാരണ നാളെ, അന്തിമഘട്ട വിചാരണ നാളെ തുടങ്ങാനിരിക്കുകയുമാണ്. അല്ല, തീർച്ചയായിട്ടും അങ്ങനെ ഒരു കത്ത് അയച്ചിട്ടുണ്ടെങ്കിൽ കത്തിന്റെ കോപ്പി നമ്മൾ കണ്ടിട്ടില്ല. അതിന്റെ കണ്ടന്റ്സ് അറിയില്ല, എന്താണ് അതിന്റെ പ്രയർ എന്നും നമുക്കറിയില്ല. ഒരു ജുഡീഷ്യൽ ആക്ഷനിൽ, പ്രത്യേകിച്ച് ട്രയൽ നടക്കുന്ന സമയത്ത് ആ ട്രയലുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിൽ ഇടപെടുന്നതിന് ഈവൻ അപ്പലറ്റ് ജൂറിസ്ഡിക്ഷനിലുള്ള കോടതികൾക്ക് ഒരുപാട് ലിമിറ്റേഷൻസ് ഉണ്ട്. അതുകൊണ്ട് തന്നെ രാഷ്ട്രപതിക്ക് ഇങ്ങനൊരു ട്രയലുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ, അല്ലെങ്കിൽ ഇൻവെസ്റ്റിഗേഷനുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ ഇടപെടുന്നതിന് ഒരുപാട് പരിമിതികളുണ്ട്. നമ്മുടെ സിസ്റ്റത്തിന്റെ ഒരു ഫ്രെയിം വർക്ക് അങ്ങനെയാണ്. അപ്പോൾ എക്സിക്യൂട്ടീവും ലെജിസ്ലേച്ചറും ജുഡീഷ്യറിയും ഒക്കെ ഇൻഡിപെൻഡന്റ് ആയി അവരുടെ സെപ്പറേഷൻ ഓഫ് പവേഴ്സ് ഉണ്ട്. ആ പവേഴ്സ് നിന്നുകൊണ്ട് മാത്രമേ പ്രവർത്തിക്കാൻ പറ്റൂ. ഇവിടെ നടക്കുന്ന ഒരു ട്രയലാണ്, ഒരു ഇൻവെസ്റ്റിഗേഷനാണ്. അപ്പോൾ ഇൻവെസ്റ്റിഗേഷൻ പൂർത്തീകരിച്ച് ട്രയലിലേക്ക് പോകുന്നു. ഇൻ ദ മീൻ ടൈം ചില കാര്യങ്ങളൊക്കെ ഈ പറഞ്ഞ മെമ്മറി കാർഡ് നഷ്ടപ്പെട്ടു എന്ന് പറയുന്നത് അതും അന്വേഷണ വിധേയമാക്കേണ്ട വിഷയമാണ്. അത് സംബന്ധിച്ച് കോടതിയിൽ നിന്നായതുകൊണ്ട് കോടതിക്ക് തന്നെ അതിന്റെ അധികാരങ്ങളുണ്ട്. ആ അധികാരത്തിലേക്ക് ട്രാൻസ്ഗ്രസ് ചെയ്യാനാ നമുക്കൊരു എത്ര വലിയ പദവിയിലുള്ളവരാണെങ്കിലും അതിലേക്ക് ട്രാൻസ്ഗ്രസ് ചെയ്യാൻ ഒരുപാട് പരിമിതികളുണ്ട്. അതുകൊണ്ട് എന്താണ് പരാതി എന്നതാണ് ഇമ്പോർട്ടന്റ്. അപ്പോൾ ജുഡീഷ്യറിക്കകത്ത് ഉള്ള തർക്കമാണ്, അല്ലെങ്കിൽ ഒരു ഓഫീസർക്കെതിരെയുള്ള പരാതിയൊക്കെ ആണെങ്കിൽ അത് ജുഡീഷ്യറിക്കുള്ളിൽ തന്നെ അതിനുള്ള സംവിധാനങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ രാഷ്ട്രപതിക്ക് കൊടുത്തതിനെ കുറിച്ച് ആ കത്തിന്റെ കണ്ടന്റ്സ് എന്താണെന്ന് അറിഞ്ഞാൽ മാത്രമേ നമുക്ക് ഈ പറയുന്ന പോലെ മെമ്മറി കാർഡിന്റെ ഹാഷ് വാല്യൂ മാറുന്നത് പോലും കോടതിയിൽ ഇരിക്കുന്ന ഒന്നിന്റെ ഹാഷ് വാല്യൂ മാറുന്നത് പോലും ഒരു ഗുരുതര സാഹചര്യമാണ്. പീഡിപ്പിക്കപ്പെട്ട ഒരു പെൺകുട്ടി, തനിക്ക് ഒരിടത്തുനിന്നും നീതി കിട്ടുന്നില്ല, തന്റെ ആവശ്യങ്ങളൊന്നും ഇവിടെ പരിഗണിക്കപ്പെടുന്നില്ല എന്ന് പറഞ്ഞ് രാഷ്ട്രപതിക്ക് കത്തയക്കേണ്ടി വരുന്ന ഒരു ഗുരുതരമായ സാഹചര്യം, അത് എത്രത്തോളം നിർണായകമാകും? അല്ല, ഞാൻ അത് പറഞ്ഞത് സംഭവമാണ്. അവരുടെ ഗ്രീവൻസ് ഒക്കെ ഇമ്പോർട്ടന്റ് ആണ്, ഇല്ല എന്നല്ല പറയുന്നത്. പക്ഷെ നമ്മുടെ ഒരു ജുഡീഷ്യൽ ഫ്രെയിം വർക്കിൽ ഒരു സംവിധാനം, ജുഡീഷ്യറി ആകട്ടെ, ലെജിസ്ലേച്ചർ ആകട്ടെ, എക്സിക്യൂട്ടീവ് ആകട്ടെ, ആ ഫ്രെയിം വർക്കിനകത്ത് ഓരോ തരം ഗ്രീവൻസിനെ അഡ്രസ് ചെയ്യുന്നതിനുള്ള സംവിധാനമുണ്ട്. അതെല്ലാം എക്സോസ്റ്റ് ചെയ്യപ്പെടണം. എക്സോസ്റ്റ് ചെയ്തതിന് ശേഷം ഫൈനലി എടുക്കുന്ന എന്താണോ ഡിസിഷൻ, ആ ഡിസിഷനാണ് ശരിയെന്ന് നമ്മൾ കരുതണം. അതിലേക്ക് നമ്മൾ പോകണം. അങ്ങനെയാണ് നമ്മൾ റൂൾ ഓഫ് ലോ പ്രിവെയിൽ ചെയ്യണമെങ്കിൽ അതേ പറ്റുള്ളൂ. അപ്പോൾ നമുക്കിപ്പോൾ ഈ ഒരു പരാതിയുടെ കണ്ടന്റ് എനിക്കറിയില്ല. പരാതിയിലേക്ക് പോയ ഗ്രീവൻസും വേദനകളും ഒക്കെ പ്രോപ്പറാണ്. ഞാൻ അതിനൊന്നും ഡിമീൻ ചെയ്ത് സംസാരിക്കുന്നില്ല. അതൊക്കെ നല്ല ശരി തന്നെയാണ്, അത് വളരെ ഇമ്പോർട്ടന്റ് തന്നെയാണ്. പക്ഷെ നമുക്കൊരിക്കലും ട്രാൻസ്ഗ്രഷൻ പറ്റില്ല. ഒരു സംവിധാനത്തിന്റെ അപ്പുറത്തേക്ക് മറികടന്നുകൊണ്ട് ഒരു പരാതി, ഇപ്പൊ എല്ലാവർക്കും പരാതി കൊടുക്കാൻ വേണമെങ്കിൽ ഇപ്പോൾ ജുഡീഷ്യറി നിൽക്കുന്ന ട്രയലുമായി ബന്ധപ്പെട്ടിരിക്കുന്ന മുഴുവൻ കേസുകളിലും ഒരു 10, 50, 100 കേസുകൾക്കൊക്കെ വേണമെങ്കിൽ ഇതുപോലെ വേണമെങ്കിൽ. പക്ഷേ ഇതിപ്പോ സാധാരണ ഒരു കേസ് പോലെ, അല്ലെങ്കിൽ നമ്മൾ കേട്ടിട്ടുള്ള ഒരു പീഡന കേസ് പോലെ അല്ല. അത്രയും കാലം വരെ നമ്മൾ കേട്ടിരുന്ന തരത്തിലുള്ള ഒരു അസാധാരണമായ സംഭവമാണ്. അത്രയും നാൾ വരെ കേട്ടുകേഴ്വില്ലാത്തൊരു കാര്യമാണ്. 2017 ഒരു ഓടുന്ന ഒരു സിറ്റിക്കകത്ത് വെച്ച് പട്ടാപ്പകൽ ഒരു വാഹനത്തിൽ, ഓടിക്കൊണ്ടിരിക്കുന്ന വാഹനത്തിൽ വെച്ച്, അതും സമൂഹത്തിൽ അറിയപ്പെടുന്ന ഒരു പെൺകുട്ടി അതിക്രൂരമായി പീഡിപ്പിക്കപ്പെട്ടു. നമ്മൾ പറയുന്നത് അതിന് ആ കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. നമ്മൾ അതിനകത്ത് വളരെ സീരിയസ്നെസ്സോട് കൂടെയാണ് കാണുന്നത്. അതിൽ ഇമ്പോർട്ടന്റ് ആണ്, അതിന്റെ തർക്കമൊന്നുമില്ല. ഞാൻ പറഞ്ഞ പോയിന്റ് മറ്റൊന്നുമല്ല, അതിനൊക്കെ റിഡ്രസ് ചെയ്യാനുള്ള സംവിധാനം ഇവിടെ ഉണ്ട്. ആ സംവിധാനത്തിൽ നിന്നുകൊണ്ട് ഇതിനൊക്കെ റെമഡീസ് ഉണ്ടെങ്കിൽ ആ റെമഡിക്ക് പകരം രാഷ്ട്രപതിയാണ് റെമഡി എന്ന് വരുമ്പോൾ അതിന്റെ ലിമിറ്റേഷൻസ് ഉണ്ടോ? ഇതൊക്കെ ഞാൻ പറയുന്നത് ആ കത്തോ പരാതിയോ കാണാതെയാണ്. അത് കാണുമ്പോൾ, അത് കണ്ടതിന് ശേഷം മാത്രം നമുക്ക് അതിനോട് വ്യക്തമായി പ്രതികരിക്കാൻ സാധിക്കും. ശരി, വളരെയധികം നന്ദി ശ്രീ മുഹമ്മദ് ഷാ പ്രതികരിച്ചതിന്.